അസാധാരണമായ സംഭവങ്ങളാണ് CPM-ൽ നടക്കുന്നത്. പ്രശ്നം പരിഹരിക്കാനുള്ള ചടുലമായ നീക്കങ്ങളൊന്നും CPM-ൽ നിന്ന് കാണുന്നുമില്ല. ആദ്യം വെടിപൊട്ടിച്ചത് ആലപ്പുഴയിൽ ജി സുധാകരനാണ്. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് ജി സുധാകരൻ പ്രഖ്യാപിച്ചു. സ്വതന്ത്രനായി മത്സരിക്കുക എന്ന് വെച്ചാൽ CPM-ന് എതിരെ മത്സരിക്കുക, വിമതനായി മത്സരിക്കുക എന്നതാണ് അർത്ഥം. UDF പിന്തുണക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായിട്ടില്ല. UDF പിന്തുണക്കും എന്ന വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഔദ്യോഗികമായി ഇക്കാര്യം ആരും സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതേക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല എന്നാണ് AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ പറഞ്ഞത്. അദ്ദേഹം ആലപ്പുഴ MP കൂടിയാണ് എന്നോർക്കണം. എന്തായാലും തീരുമാനം വരും ദിവസങ്ങളിൽ എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വലിയ പൊട്ടിത്തെറി കണ്ണൂരിൽ നിന്ന് ഉണ്ടാകുന്നത്. നേരത്തെ പയ്യന്നൂരിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഫണ്ട് വിവാദം, രക്തസാക്ഷി ഫണ്ട് വകമാറ്റി ചെലവഴിച്ചു, ഓഫീസ് നിർമ്മാണത്തിൽ ഫണ്ട് കൃത്യമായി ചെലവഴിച്ചില്ല തുടങ്ങിയ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ പയ്യന്നൂരിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. പയ്യന്നൂർ MLA TI മധുസൂദനെതിരെയായിരുന്നു ആരോപണം ഉയർന്നത്. പയ്യന്നൂരിലെ മുതിർന്ന CPM നേതാവ്, ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണനാണ് ആരോപണം ഉന്നയിക്കുകയും ചെയ്തത്. അദ്ദേഹം ഇപ്പോഴിതാ പയ്യന്നൂരിൽ വിമതനായി മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്, സ്വതന്ത്രനായി മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. UDF പിന്തുണ നൽകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. UDF പിന്തുണച്ചാൽ സ്വാഭാവികമായും നല്ല മത്സരം പയ്യന്നൂരിൽ നടക്കും. വിജയിക്കാൻ സാധ്യത വളരെ കുറവാണ്. V കുഞ്ഞികൃഷ്ണൻ, LDF സ്ഥാനാർത്ഥി TI മധുസൂദനൻ മാത്രമേ ജയിക്കുകയുള്ളൂ. എന്നിരുന്നാലും സംസ്ഥാന വ്യാപകമായി അതൊരു വാർത്തയായി നിർത്താനും CPM-ൽ വലിയ പ്രശ്നങ്ങളാണ് എന്ന് വരുത്തി തീർക്കാനും അതിലൂടെ മാധ്യമങ്ങൾക്ക് കഴിയും. അത് വലിയ പ്രചരണായുധമാക്കി മാറ്റുകയും ചെയ്യും UDF-ഉം BJP-യും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരു പൊട്ടിത്തെറി എന്ന് തന്നെ പറയാം. CPIM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. ജില്ലാ സെക്രട്ടേറിയറ്റിലെ ഏറ്റവും മുതിർന്ന അംഗമാണ് TK ഗോവിന്ദൻ. അദ്ദേഹം തളിപ്പറമ്പിൽ വിമതനായി സ്വതന്ത്രനായി മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ചു, വാർത്താ സമ്മേളനം നടത്തി. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ PK ശ്യാമളയ്ക്ക് എതിരെയാണ്. PK ശ്യാമളയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കുന്നതിന് എതിരെ തളിപ്പറമ്പിൽ വലിയ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു പാർട്ടിക്കകത്ത്. പക്ഷെ അതൊന്നും കണക്കിലെടുക്കാതെ മണ്ഡലം കമ്മിറ്റിയുടെ, ജില്ലാ കമ്മിറ്റിയുടെ, ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ അഭിപ്രായം ഒന്നും കണക്കിലെടുക്കാതെ മുകളിൽ നിന്ന് PK ശ്യാമളയെ തളിപ്പറമ്പിലേക്ക് കെട്ടിയേൽപ്പിച്ചു. MV ഗോവിന്ദൻ മാസ്റ്ററാണ് തളിപ്പറമ്പ് MLA. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ട് അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയില്ല. എനിക്ക് മത്സരിക്കാൻ കഴിയില്ല, എന്നാൽ എൻ്റെ ഭാര്യ മത്സരിക്കട്ടെ എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് TK ഗോവിന്ദൻ ആരോപിച്ചിരിക്കുന്നത്. TK ഗോവിന്ദൻ ചെറിയ നേതാവല്ല. CPM-ന്റെ കണ്ണൂരിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹം 75 വയസ്സായി. അദ്ദേഹത്തിന് ഇനി പാർട്ടിയിൽ തുടരാൻ കഴിയില്ല. അവസാനമായി അദ്ദേഹത്തിന് തളിപ്പറമ്പിൽ മത്സരിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. അത് അദ്ദേഹം പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അക്കാര്യം പറയുന്നുമുണ്ട്. അത് പരിഗണിക്കാതെയാണ് PK ശ്യാമളയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കിയത്. ഒറ്റ പേര് മാത്രം എഴുതി കൊടുത്തു, മറ്റു പേരുകളൊന്നും പരിഗണിച്ചില്ല. ഇതാണ് TK ഗോവിന്ദന്റെ ആരോപണം. അതേ തുടർന്ന് പാർട്ടിയുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്നു. തളിപ്പറമ്പിൽ വേണ്ടി വന്നാൽ സ്വതന്ത്രനായി മത്സരിക്കും. ഇതാണ് ഇപ്പോൾ TK ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. UDF പിന്തുണച്ചാൽ സ്വീകരിക്കും എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നോർക്കണം. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് MLA ആയി മത്സരിക്കണമെന്ന്, തളിപ്പറമ്പിൽ മത്സരിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അത് പാർട്ടി പരിഗണിച്ചില്ല. അതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. കണ്ണൂർ ജില്ലയിൽ ഏറെ കാലമായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളുടെ ഒരു പൊട്ടിത്തെറി ആണ് ഇപ്പോൾ തളിപ്പറമ്പിൽ നടന്നിരിക്കുന്നത്. അതിൻ്റെ ചെറിയ രൂപമാണ് നേരത്തെ പയ്യന്നൂരിൽ നടന്നത്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും മാത്രമല്ല, മറ്റു മണ്ഡലങ്ങളിലും വരും ദിവസങ്ങളിൽ വിമത സ്ഥാനാർത്ഥികൾ വരാൻ സാധ്യതയുണ്ട്. CPM-ൽ നിന്ന് ഒരു വിഭാഗം, അങ്ങനെ തന്നെ CPM-ൽ നിന്ന് ചില നേതാക്കൾ മാറി വന്ന് വിമതനായി സ്വതന്ത്രനായി മത്സരിക്കാൻ സാധ്യതയുണ്ട് കണ്ണൂർ ജില്ലയിൽ എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. MV ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ, CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ കണ്ണൂർ ജില്ലയിൽ രൂപം കൊള്ളുന്ന അതൊരു വിഭാഗീയ പ്രവർത്തനത്തിന് തുടക്കം എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ കഴിയും. അതിൻ്റെ എല്ലാം ഒരു ആകെ തുകയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഇത്തരം ചെറിയ
നീക്കങ്ങൾ അത് പക്ഷേ കണ്ണൂർ ജില്ലയിലെ CPM-നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഞെട്ടിക്കുന്ന തീരുമാനമാണ് ഇപ്പോൾ തളിപ്പറമ്പിൽ ഉണ്ടായിരിക്കുന്നത്. വി കുഞ്ഞികൃഷ്ണൻ കേവലം ജില്ലാ കമ്മിറ്റി അംഗം മാത്രമാണെങ്കിൽ TK ഗോവിന്ദൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്, ഏറ്റവും മുതിർന്ന അംഗമാണ്. 75 വയസ്സായി അദ്ദേഹത്തിന് ഇനി പാർട്ടിയിൽ തുടരാൻ കഴിയില്ല. അടുത്ത സമ്മേളനത്തോടു കൂടി അദ്ദേഹം പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. എന്ന് വെച്ചാൽ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരില്ല, പാർട്ടിയുടെ വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും, കേവലം പാർട്ടി മെമ്പറായി തുടരേണ്ടി വരും. അങ്ങനെയിരിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാകുന്നത്. UDF-ന്റെ പിന്തുണ ലഭിച്ചാൽ ഒരു പക്ഷേ CPM-ലെ വോട്ട് നല്ലവണ്ണം സമാഹരിക്കാൻ TK ഗോവിന്ദന് കഴിഞ്ഞാൽ ചിലപ്പോൾ TK ഗോവിന്ദന് ജയിച്ചു വരാൻ കഴിയുന്ന സാഹചര്യം തളിപ്പറമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നീക്കത്തെ ഞെട്ടലോടെ CPM നേതാക്കൾ കാണുന്നത്. എങ്ങനെ ഇക്കാര്യം ഈ വിഷയം പരിഹരിക്കാൻ കഴിയും എന്ന് പോലും അറിയാതെ സ്തംഭിച്ചു നിൽക്കുന്ന CPIM-ന്റെ നേതാക്കളെയാണ് ജില്ലയിലും സംസ്ഥാനത്തും ഇപ്പോൾ കാണാൻ കഴിയുന്നത്.